എല്ലാത്തിനും 20 അല്ലേ ചാർജ് ചെയ്യുന്നത്? ഹോർലിക്സ് മാത്രം 25. പിന്നെ ഒറ്റ പ്രാവശ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ പ്രാവശ്യം വരും. എല്ലാം നല്ല ഫ്രഷ് പപ്പായ അല്ലേ? ഒക്കെ ഫ്രഷാണ്. നിങ്ങൾ മാർക്കറ്റിൽ പോയി എടുക്കുന്ന? മാർക്കറ്റിൽ പോയിട്ട് അന്ന് എടുക്കുന്നതാണ്. ഹോർലിക്സും പിസ്തയും കുടിക്കും, എന്നിട്ട് പപ്പായ കുടിക്കും. പപ്പായക്ക് ടേസ്റ്റ് കിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് വെള്ളം കുടിച്ചാലേ പപ്പായക്ക് ടേസ്റ്റ്. മാംഗോ ജ്യൂസ് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ ഗ്രേപ്പ് ഉണ്ടാവും, കക്കിരി പാലിലടിച്ചത്. പാലിലടിച്ചത് ഒരു വെറൈറ്റി തന്നെയാണ്. ഇതിപ്പോ ഇവിടെ ഇത് വെറൈറ്റി സാധനമാണ്. ഫ്രഷ് പപ്പായ അതോടെ തണുപ്പിലും അല്ലാതെ അടിച്ചെടുക്കൂലേ? അതെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ വെല്യങ്ങാടിയിലാട്ടോ. വെല്യങ്ങാടിയിലെ ഒരു അടിപൊളി സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആലിഖാന്റെ പിസ്ത കട എന്നതിന്റെ പേര് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പിസ്ത മിൽക്ക്, അതേമാതിരി തന്നെ ഹോർലിക്സ് മിൽക്ക്, അതേപോലെ തന്നെ പപ്പായ ജ്യൂസ് ആട്ടോ. നമുക്കെന്താ ഇവരെ പരിചയപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. എന്താ ഇവിടുത്തെ സ്പെഷ്യൽ? ഇവിടെ പപ്പായ ജ്യൂസ്, തണുത്ത ഹോർലിക്സ്, പിസ്ത മിൽക്ക്. എത്ര കൊല്ലമായി ഇപ്പം നിങ്ങളിവിടെ? 10-75 വർഷമായി കട തുടങ്ങിയിട്ട്. 75 വർഷം. അതായത് ഞാനിവിടെ 30 വർഷം കഴിഞ്ഞു. നമ്മളെ അമ്മേനും അമ്മ മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഞാൻ തുടർന്ന് പോകുന്നുണ്ട്. ഇതിന്റെ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ റെസിപ്പി ഒക്കെ ഉണ്ടാക്കുന്നതാണോ? നമ്മൾ ഇവിടെ തന്നെ കടയിൽ നിന്ന് ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ പിസ്തന്റെ ഒക്കെ റെസിപ്പി ഒക്കെ ഇവിടെ തന്നെ ഒക്കെ ശരിയാക്കുന്നു. ഇവിടെ തന്നെ പുറത്തൊന്നുമല്ല. ഒക്കെ നിങ്ങൾ തന്നെ അവിടെ മേക്ക് ചെയ്യുന്നത്? ഇവിടെ തന്നെ. ഇവിടുന്ന് നമ്മളെ ആൾക്കാരെ മുമ്പ് തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. നിങ്ങളെ പിസ്ത കഴിക്കാനായിട്ട് ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ വരുന്ന നോക്കാം. അപ്പോൾ ആ ഒരു റെസിപ്പിന്റെ പ്രത്യേകത തന്നെ അല്ലത്. പിസ്ത ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നത് പിസ്ത മിൽക്ക്, തണുത്ത ഹോർലിക്സ്, പിന്നെ അതേപോലെ പപ്പായ. ഹോർലിക്സ് മാത്രമാണ് 25 രൂപ വാങ്ങുന്നത്. പിന്നെ ബാക്കി നല്ല, അതായത് 3 സാധനം നല്ല ക്വാളിറ്റിയിലാണ് കൊടുക്കുന്ന സാധനം. പിന്നെ ഒറ്റ പ്രാവശ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ പ്രാവശ്യം വരും, കുടിക്കാൻ വേണ്ടി വരും. നമ്മൾ കണ്ടു. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ അത്രയും ആൾക്കാരാണ് ഇത് കുടിക്കാൻ വന്നത്. അതേപോലെ തന്നെ പല സ്ഥലത്തു നിന്നൊക്കെയാണല്ലോ വരുന്നത്. ആ ടേസ്റ്റ് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. നമുക്ക് ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. തിരുവനന്തപുരം, പാലക്കാട്, പത്തനംതിട്ട, ഫുള്ള് ലോങ് തന്നെ വരുന്നത്. പിസ്തയും ഹോർലിക്സും അതേപോലെ തന്നെ പപ്പായ ജ്യൂസ് അല്ലേ ഇവിടുത്തെ? അതെ. പിന്നെ ഹോർലിക്സ് മിൽക്കും. ഹോർലിക്സ് മിൽക്ക് അല്ലേ? എല്ലാത്തിനും 20 അല്ലേ ചാർജ് ചെയ്യുന്നത്? ഹോർലിക്സ് മാത്രം 25. ഹോർലിക്സിന് മാത്രം 25. ബാക്കിയൊക്കെ 20 ആണ്. ഇത് നിങ്ങൾ എത്ര മണിക്കാണ് തുറക്കാറ്? പിന്നെ 10 ആവും ഏകദേശം. മോർണിംഗിൽ 10 ആവും. പിന്നെ രാത്രി അതേപോലെ ഏകദേശം ഒരു 9:30, 9:45 ആകുമ്പോഴത്തേക്ക് പിന്നെ സാധനം കഴിയൂലേ? പിന്നെ കസ്റ്റമർ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഞാൻ 10 മണിക്ക് ലൈറ്റ് ഓഫ് ആക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10 മണിക്ക് ലൈറ്റ് ഓഫ് ആക്കിയാൽ പോകാൻ കഴിയില്ല. പിന്നെ ക്ലീൻ ആക്കേണ്ട 1 മണിക്കൂർ ക്ലീനിങ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് പോകുമ്പോൾ 11 മണിയാവും. കസ്റ്റമർ രാത്രി 12 മണി വരെ ഇരിക്കുകയാണെങ്കിൽ കസ്റ്റമർ ഉണ്ടാവും. ഒരുപാട് കസ്റ്റമർ അന്വേഷിച്ച് വരുന്നുണ്ട്. പിന്നെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് ദൂരം എന്നാണ് വരുന്നത്. പിന്നെ തന്നെ കൂടുതലും ലോങ് നിന്നാണ് ആളുകൾ വരുന്നത്. പിന്നെ സൺഡേ ലീവാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മടങ്ങി പോകുന്നുണ്ട് സൺഡേയിൽ വന്നിട്ട്. എല്ലാം നല്ല ഫ്രഷ് പപ്പായ അല്ലേ? ഒക്കെ ഫ്രഷാണ്. നിങ്ങൾ മാർക്കറ്റിൽ പോയി എടുക്കുന്ന? മാർക്കറ്റിൽ പോയിട്ട് അന്ന് എടുക്കുന്നതാണ്. എല്ലാ ദിവസവും ഇങ്ങനെ പോയിട്ട് പർച്ചേസ് ചെയ്യണം. നിങ്ങളപ്പോൾ എന്തായാലും കുറേ കാലം കൊണ്ട് കണക്കൊക്കെ കറക്റ്റ് ആയിരിക്കും അല്ലേ? ഫ്രഷ് പപ്പായ അതോടെ തണുപ്പിലും അല്ലാതെ അടിച്ചെടുക്കൂലേ? അതെ. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് തരികയാണ്. ഹോർലിക്സ് അല്ലേ? ഇതിപ്പോൾ ഇവിടെ ഇത് വെറൈറ്റി സാധനമാണ്. കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ടൈപ്പിലുള്ള സാധനം അല്ലാതെ അത് 20 രൂപേൻ്റെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതൊരു വെറൈറ്റി സാധനം തന്നെയാണ്. ഈ പപ്പായ ജ്യൂസ് പിന്നെ പാൽ വയ്ക്കാത്തതിനെ കൊണ്ട് ഒരുപാട് ആളുകൾ ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. കാരണം പാൽ വയ്ക്കാത്തതിനെ കൊണ്ട് ഒരു വെറൈറ്റി ആണല്ലോ. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുന്നതിനെ കൊണ്ട് അത് ചീപ്പ് റേറ്റ് ആണല്ലോ. അതെ. ആകെ 20 രൂപ ഒരു ഗ്ലാസ്സിന്. ഇതേപോലെ പിന്നെ ജിമ്മൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. പഞ്ചസാര ഉപയോഗിക്കാതെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ട് പപ്പായിട്ട് അടിച്ചു. ഇവിടെ ശരിക്കില്ലേ ഈ ഒരു 3 ഡ്രിങ്ക്സിന് പുറമെ എന്തൊക്കെ ഉണ്ടാവാറുണ്ട്? പിന്നെ ചില സമയത്ത് പിന്നെ എന്താ പറയുക, മാംഗോ ജ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ഗ്രേപ്പ് ഉണ്ടാവും, കക്കിരി പാലിലടിച്ചത്. ഒരു വെറൈറ്റി തന്നെയാണ്. അതിപ്പോൾ സമയം കിട്ടാത്തതിനെ കൊണ്ടാണ്, പിന്നെ തിരക്കായതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തത്. പിന്നെ മാംഗോ സീസൺ ആകുന്ന സമയത്ത് മാംഗോ ഉണ്ടാവും. കക്കിരി പാലിലടിച്ചത് അധികം കേൾക്കാത്ത വെറൈറ്റി ഒരു സാധനം തന്നെ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അത് 20 രൂപ വാങ്ങുന്നത്. 20 ഇതിന്റെ ജ്യൂസ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒന്നാമത്തെ ദിവസം കൊടുക്കാൻ പറ്റുന്നില്ല, തിരക്കായതുകൊണ്ട്. അത് കുറച്ചൊരു ബുദ്ധിമുട്ട് അടിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ച് ചെറിയൊരു ടൈം എടുക്കും. പിന്നെ എല്ലാം അപ്പം പഠിക്കുന്നതായതുകൊണ്ട് പപ്പായ അടിക്കണം, പിന്നെ അതേപോലെ പിസ്ത അടിക്കണം, ഹോർലിക്സ് അടിക്കണം, എല്ലാം കൂടി ഒരേ സമയം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനും മാത്രമാണ് ജ്യൂസൊക്കെ രണ്ടാളും ചെയ്യുന്നത്.
പിന്നെ അതേപോലെ പിസ്ത കുടിക്കുന്നതിന് മുമ്പ് ചില ആളുകളൊക്കെ മിഠായി കഴിക്കും. മിഠായി കഴിക്കുന്ന സമയത്ത് ഞാൻ പറയും ആദ്യം മിഠായി കഴിക്കണ്ട, മിഠായി അതിന് ശേഷം കഴിച്ചാൽ, അതായത് പിസ്ത കുടിച്ചതിന് ശേഷം. പക്ഷേ പിസ്തക്ക് ഹോർലിക്സും ടേസ്റ്റ് കിട്ടില്ല. അല്ല, ഹോർലിക്സും പിസ്തയും കുടിച്ചിട്ട് പപ്പായ കുടിക്കും ചില ആളുകൾ. ഹോർലിക്സും പിസ്തയും കുടിക്കും, എന്നിട്ട് പപ്പായ കുടിക്കും. പപ്പായക്ക് ടേസ്റ്റ് കിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് വെള്ളം കുടിച്ചാലേ പപ്പായക്ക് ടേസ്റ്റ് കിട്ടും. കുടിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കണം, എന്നാലേ പപ്പായന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലാതെ ടേസ്റ്റ് കിട്ടില്ല. അല്ലെങ്കിൽ ഫസ്റ്റ് പപ്പായ കുടിക്കുക, അതിന് ശേഷം പിന്നെ ഹോർലിക്സും പിസ്തയും കഴിക്കണം. എവിടെ ഈ പാർസൽ സംഭവം ഉണ്ടോ? പാർസൽ ഒരുപാട് ആളുകളോട് വന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഒരു പ്രാവശ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വരുന്നുണ്ട്. ഞാൻ പാർസൽ കൊടുക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇത് 2 മിനിറ്റിനുള്ളിൽ കുടിക്കണം. ഐസ് ഇട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വെള്ളമായി പോകും, പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ മധുരം ഉണ്ടാവില്ല, അതിന്റെ ക്വാളിറ്റി പോകും. അപ്പൊ അതുകൊണ്ടാണ് പാർസൽ കൊടുത്തത്. ജ്യൂസുകൾ കൊടുക്കുന്ന പാടെ കുടിച്ചാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അപ്പം പഠിക്കുന്നത്. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചോദിക്കുന്നത്. അതേ സമയത്ത് തന്നെ അടിച്ചു കൊടുക്കുന്നത്. പാർസൽ കാര്യമില്ല, ടേസ്റ്റ് ഒക്കെ മാറും. നിങ്ങൾ എത്രയും പിസ്സ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു പൈസക്ക് നല്ല വെറുത്തി കേട്ടോ. ആകെ വരുന്നത് ഒരു ഗ്ലാസ്സിന് 20 രൂപ മാത്രം കേട്ടോ പിസ്സക്ക് വരുന്നത്. ഇപ്പോൾ ഇതാട്ടോ ഹോർലിക്സ്, ഈ ഒരു ഗ്ലാസ് വരുന്നത് 20 റുപ്പീസ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട സാധനം കേട്ടോ. അപ്പോൾ ഈ ആലിക്കാൻ്റെ പിസ്തക്കടൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വെല്ലിയങ്ങാടിനുള്ളിൽ കേട്ടോ. അപ്പോൾ എന്താ പറയുക, 20 രൂപ മാത്രമേ ഉള്ളൂ പിസ്ത ഷേക്ക്, ഹോർലിക്സ്, അതേമാതിരി തന്നെ പപ്പായ ജ്യൂസ് എല്ലാത്തിനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഫുഡ് ഇഷ്ടപ്പെടുന്നവർ വന്ന് ട്രൈ ചെയ്തു കേട്ടോ.